പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോടുകൂടിയ 100% ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകിവരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 67ാമത് പാലക്കാട് ജില്ലാതല കായികമേളയ്ക്ക് ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. 67ാമത് പാലക്കാട് ജില്ലാതല കായികമേളയ്ക്ക് ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ഒക്ടോബർ 14 മുതൽ 16 വരെ 3 ദിവസങ്ങളിലാണ് കായികമേള നടക്കുന്നത്. ചാത്തന്നൂർ സ്കൂളിലെ സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. ജില്ലയിലെ 1000-ലധികം സ്കൂളുകളിൽ നിന്നായി 800-ലധികം കായിക താരങ്ങളാണ് കായികമേളയിൽ മാറ്റുരയ്ക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ പാലക്കാട് DDE സെലീന ബീവി പതാക ഉയർത്തി. തുടർന്ന് ഷൊർണൂർ MLA P മമ്മിക്കുട്ടി ദീപശിഖ അത്ലറ്റിക് ചാമ്പ്യൻ ആഷിക സോണിക്ക് കൈമാറി മേളയ്ക്ക് തുടക്കം കുറിച്ചു. ഇന്റർനാഷണൽ സ്റ്റേഡിയം വേദിയാകുന്നു. പുതിയ പ്രതിഭ ജനനങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇതാ നമ്മുടെ കായികമേളയുടെ ദീപശിഖ ജില്ലാ കായികമേളയ്ക്ക് ഇതാ തുടക്കം കുറിച്ചിരിക്കുന്നു. ദീപശിഖ പ്രയാണം ഇതാ സ്കൂൾ തലത്തിൽ, അത് കഴിഞ്ഞ് സബ് ജില്ലാ തലത്തിൽ, അത് കഴിഞ്ഞിപ്പോൾ റവന്യൂ ജില്ലാ അടിസ്ഥാനത്തിലുള്ള മത്സരത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. സംഘാടകരായ പ്രസാദ് മാഷ് ഉൾപ്പെടെ പറഞ്ഞു 3000-ലധികം വരുന്ന കുട്ടികൾ ഇവിടെ 3 ദിവസമായി പങ്കെടുക്കുന്നു എന്നാണ്. ആ 3000-ലധികം വരുന്ന കുട്ടികൾ പാലക്കാട് ജില്ലയിലെ വിവിധങ്ങളായുള്ള വിദ്യാലയങ്ങളിൽ നിന്ന് സബ് ജില്ലാ അടിസ്ഥാനത്തിലുള്ള മത്സരങ്ങളിൽ നിന്ന് വിജയികളായിട്ട് വന്നവരാണെന്നർത്ഥം. ഇവരിലാണ് നമുക്കിനി പ്രതീക്ഷ. നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണെന്നർത്ഥം. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ പാലക്കാട് ജില്ലക്ക് അല്പം ചില പോയിന്റ് കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ഷീൽഡ്, നമ്മുടെ കപ്പ്, അതുപോലെ തന്നെ 1ാം സ്ഥാനം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയണം. അപ്പൊ ഇവിടെ നിന്ന് വിജയികളായി പോകുന്ന ആളുകൾ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ച് തുടർച്ചയായിട്ട് പാലക്കാടിന്റെ ആധിപത്യം നിലനിന്നിരുന്ന ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കിരീടം നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള വാശിയേറിയ രൂപത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കണം, കഴിവ് തെളിയിക്കണം, മികവ് തെളിയിക്കണം. പാലക്കാട് ജില്ലയിൽ നിന്ന് പങ്കെടുക്കുന്ന അത്ലറ്റുകളെ മറികടക്കാൻ മറ്റൊരു ജില്ലയിൽ നിന്നും സാധ്യമല്ല എന്ന ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി നിങ്ങൾ ഇവിടെ നിന്ന് മത്സരിച്ച് ജയിക്കുക എന്നത് മാത്രമല്ല, സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള മത്സരത്തിലും വിജയശ്രീലാതിരായി പാലക്കാടിന്റെ അഭിമാനം സംരക്ഷിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം എന്നുകൂടി വിനയപരിശ്രമം അഭ്യർത്ഥിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന അധ്യക്ഷത വഹിച്ചു. പാലക്കാട് DDE സെലീന ബീവി, ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെറീന ടീച്ചർ, തിരുമറ്റക്കോട് പഞ്ചായത്ത് അംഗങ്ങളായ പ്രേമ, മുസ്തഫ തങ്ങൾ, തൃത്താല AEO പ്രസാദ്, BPC ദേവരാജൻ തുടങ്ങി വിവിധ സംഘടനാ ഭാരവാഹികൾ, അധ്യാപകർ, ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സീനിയർ, സബ് ജൂനിയർ, ജൂനിയർ വിഭാഗങ്ങളിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരങ്ങൾ നടന്നു. 100 മുതൽ 800 മീറ്റർ റണ്ണിംഗ്, ഷോട്ട് പുട്ട്, റിലേ, ഡിസ്കസ് ത്രോ, ഹാമർ ത്രോ, വാക്ക് റേസ്, ലോങ് ജംപ്, ട്രിപ്പിൾ ജംപ്, ഹഡിൽസ് തുടങ്ങിയ ഇനങ്ങളിലാണ് ആദ്യ ദിനം വാശിയേറിയ മത്സരങ്ങൾ അരങ്ങേറിയത്.